ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സാർ. ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസറക്കിയിട്ടില്ല.